ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഹായ്, ഇതാണ് സംസാരിക്കുന്ന പ്രോ റൈഡിന്റെ ബൈക്ക് ന്യൂസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ BMW കൺസെപ്റ്റായ F450GS എന്തായാലും 2025 മിഡോടുകൂടി ലോഞ്ച് ചെയ്യുന്നതാണ് ന്യൂസുകൾ വരുന്നത്. എന്തായാലും 2026 ഈ മോട്ടോർ സൈക്കിൾ നമുക്ക് ലഭിക്കുന്നതാണ്. എന്തായാലും പ്രതീക്ഷ നൽകുന്ന ഒരു മോട്ടോർ സൈക്കിളാണിത്. ഇത് ആദ്യം അൺവീൽ ചെയ്തത് ഐക്മ ഓട്ടോ ഷോയിലാണ്. അങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നത് ഈ മോഡലിനെ പറ്റി. എന്തായാലും 5 ലക്ഷം രൂപയ്ക്ക് ഇടയിലായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 48 bhp ഉണ്ടാവും. അത്യാവശ്യം ടോർക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രോഡിക് ഇതൊരു ഓട്ടോ സൈക്കിൾ ആയിരിക്കും. ടയർ സൈസ് പറഞ്ഞാൽ 19 ഇഞ്ച് ഫ്രണ്ടും 17 ഇഞ്ച് റിയർ ടയർ സൈസാണ് നൽകിയിരിക്കുന്നത്. 175 കിലോഗ്രാമാണ് ഭാരം വരുന്നത്. മറ്റ് വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ABS, TFT ഡിസ്പ്ലേ അങ്ങനെയുള്ള കണക്ടിവിറ്റി ഫീച്ചറുകളെല്ലാം കമ്പനി നൽകുന്നത്. ഭാരത് മൊബിലിറ്റി എക്സ്പോയിലും ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. SD4 ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ഈ BMW കൺസെപ്റ്റായ F450GS ഈ വർഷം അവസാനം അവതരിപ്പിക്കുന്നതാണെന്നാണ് ഇപ്പോൾ ന്യൂസുകൾ വരുന്നത്. ഈ എഞ്ചിൻ വെച്ച് TVSന്റെ ബ്രാൻഡിലും മോഡൽ ഉണ്ടാവുമെന്ന് ചില ന്യൂസുകൾ കേൾക്കുന്നു. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. മേ ബി ഇതിനെ അടിസ്ഥാനമാക്കി TVS ഒരു എഞ്ചിൻ ഡെവലപ്മെന്റ് ചെയ്തെടുത്തെങ്കിലേ ഉള്ളൂ. സെയിം എഞ്ചിൻ തന്നെ TVS യൂസ് ചെയ്യുന്ന എനിക്ക് അല്ലെ ഈ സെയിം എഞ്ചിൻ വെച്ച് TVS ഒരു മോഡൽ കൊണ്ടുവന്നു എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. TVS എന്തായാലും കൊണ്ടുവരാൻ പോകുന്നില്ല. അഥവാ വേറെ എന്തെങ്കിലും സെഗ്മെന്റിലുള്ള മോട്ടോർ സൈക്കിൾ ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. അഥവാ TVS ഒരു ADV മോട്ടോർ സൈക്കിളെ കൊണ്ടുവന്നെങ്കിൽ അതിന്റെ ഡിസൈനിൽ കുറെയൊക്കെ ചേഞ്ച് ഉണ്ടാവും. സെയിം ഈ ഡിസൈൻ തന്നെ ആയിരിക്കില്ല TVS കൊണ്ടുവരാൻ പോകുന്നത്. മേ ബി എഞ്ചിനെ അടിസ്ഥാനമാക്കി മറ്റൊരു എഞ്ചിൻ TVS കൊണ്ടുവന്നേക്കാം. ആ സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോഴേ തന്നെ ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയുള്ള ത്രില്ലിലാണ് ഞാൻ. അതായത് ട്രയംഫിന്റെ സ്പീഡിനെ അടിസ്ഥാനമാക്കി ട്രയംഫ് ചെയ്യുന്ന കഫേ റേസറായ ത്രെക്സ്റ്റൺ 400ന്റെ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ടെസ്റ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ അത് ലോഞ്ച് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സ്പീഡിനെ തന്നെ അടിസ്ഥാനമാക്കിയാണ് ഇതിനൊരു കഫേ റേസറിലോട്ട് കൺവേർട്ട് ചെയ്തു എന്നോട് വെച്ച് നിർത്തിയ വ്യത്യാസങ്ങളൊന്നും കമ്പനി എത്തിയിട്ടില്ല. അതിന്റെ ലൈറ്റുകളിലും ചില കോസ്മെറ്റിക് ചേഞ്ചുകളിലും. ത്രെക്സ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കഫേ റേസർ സീരീസ് ആണ്. 400cc ആയിട്ടുള്ള സ്പീഡിൽ കൊണ്ടുവന്ന എഞ്ചിൻ തന്നെയായിരിക്കും. ട്യൂണിങ്ങിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം, ഉണ്ടാവുള്ളൂ. ചില വ്യത്യാസങ്ങളൊന്നും ഇല്ല. എൻ്റെ കഫേ റേസറിന് അതിൻ്റെ കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല. ഉടനെ തന്നെ ഈ മോഡൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു 2025 ലാസ്റ്റോടുകൂടിയൊക്കെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. കഫേ റേസർ സീരീസിലോട്ട് ഇനിയും മോട്ടോർ സൈക്കിൾ വരും. കാര്യം ഇതൊരു പ്രതീക്ഷ നൽകുന്ന മോട്ടോർ സൈക്കിളാണ്. ആ ഇമേജ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. എനിക്കൊരു പ്രതീക്ഷ നൽകുന്ന വണ്ടി ട്യൂണിങ്ങിനും എല്ലാം വ്യത്യാസം ഉണ്ടാവും. എല്ലാവരും വണ്ടി വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഈ വരാൻ പോകുന്ന കഫേ റേസറായ ത്രെക്സ്റ്റണിന്റെ എഞ്ചിൻ പരിശോധിച്ച് നോക്കിയാൽ 399cc സിംഗിൾ സെന്റ് ആയിട്ടുള്ള ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിൻ ആയിരിക്കും. ഇതിനകത്ത് പവർ പരിശോധിച്ച് നോക്കിയാൽ 39.5 bhp, ടോർക്ക് വെച്ചാൽ 37.5 Nm, 6 സ്പീഡ് ഗിയർ ബോക്സുമാണ് കമ്പനി നൽകാൻ പോകുന്നത്. അതാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ്. ബേസിക്കലി മറ്റേ ടൈം സ്പീഡിനെ കഫേ റേസ് കൺവേർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മാരക വ്യത്യാസമൊന്നും വണ്ടിയിലില്ല. ജാവയുടെ റെട്രോ 350 ലെറ്റ് അസ് ദ കമന്റ് എന്നും പറഞ്ഞൊരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി കമന്റ് ചെയ്യുക. മേ ബി പുതിയ കളർ വേരിയന്റ് ആയിരിക്കും. ഡീക്രോം ചെയ്ത ബ്ലാക്ക് ആൻഡ് ആയിട്ടുള്ള ഒരു കളർ തീമിൽ ചിലപ്പോൾ ജാവയുടെ OT2 വന്നേക്കാം. അല്ലെങ്കിൽ മേ ബി ഒരു പുതിയ എഞ്ചിൻ കൊണ്ടുവരാം. ചിലപ്പോൾ J500 എഞ്ചിൻ ഡിസ്കണ്ടിന്യൂഡ് ആക്കാൻ സാധ്യതയുണ്ട്. അതായിരിക്കാം. അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു എഞ്ചിൻ ആവാനും സാധ്യതയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ LED ഹെഡ്ലൈറ്റും വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും. ഫസ്റ്റ് ഇതിൽ ഞാൻ പറയാൻ പോകുന്ന പുതിയൊരു കളർ വേരിയന്റ് കൊണ്ടുവരുന്നതായിരിക്കും. ജാവ 350യുടെ പുതിയ ലെജൻഡറി എഡിഷൻ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ കുറച്ച് ആക്സസറീസ് അവർ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ആദ്യത്തെ 500 കസ്റ്റമേഴ്സ് ആണ്. ടൂറിംഗ് വൈസർ, പില്ലിയൻ ബാക്ക് റെസ്റ്റ്, ഹാഷ് ഗാർഡ്, പിന്നെ ആ എല്ലാ കളർ വേരിയന്റിലും ഇത് അവൈലബിൾ ആണ്. വണ്ടിയിൽ വേറെ മാറ്റമൊന്നുമില്ല. 1.98950 lakhs ആണ്. ഞാൻ ചോദിക്കട്ടെ, വണ്ടിയിൽ ഇപ്പൊ ഇതിന്റെ ആവശ്യം എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം പറഞ്ഞ ഇപ്പോൾ
ലെതർ കീ ചെയിൻ അങ്ങനെയുള്ള സാധനമൊക്കെ ഇതിനകത്ത് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പൊതുവേ ഈ മോഡലിന് ഇപ്പോൾ സെയിൽ കുറവാണ്. അപ്പോൾ സെയിൽ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു നമ്പറാണിത്. സെയിൽ കുറഞ്ഞ് കഴിയുമ്പോൾ എല്ലാ കമ്പനിക്കാരും ചെയ്യുന്ന നമ്പർ കാര്യം ആദ്യമേ തുടക്കത്തിലെ തന്നെ ഇത് പാളിപ്പോയ ഒരു സാധനമാണ് ജാവ മോട്ടോർ സൈക്കിൾ. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളാണ്. ബട്ട് ഇപ്പോൾ ആൾറെഡി എൻജിൻ റീപ്ലേസ് ചെയ്താണ് 300cc മോട്ടോർ സൈക്കിൾ 345 335cc ആ എഞ്ചിനിലോട്ട് അവർ പുതുതായി കൊണ്ടുവന്ന പെറാക്കിലോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത എഞ്ചിനിലോട്ട് കൺവേർട്ട് ചെയ്താണ്. വേറെ വെടിയും പോകുകയൊന്നുമില്ല. കൺവേർട്ട് ചെയ്തതിനു ശേഷം വലിയ കാര്യമൊന്നും 500 എണ്ണം മാത്രമേ ഈ ലിമിറ്റഡ് എഡിഷൻ ലെജൻഡറി ലിമിറ്റഡ് എഡിഷൻ കമ്പനി ഇറക്കുന്നുള്ളൂ. അല്ലെ ഈ 500 എണ്ണം ഷോറൂമിൽ തന്നെ ഇരിക്കാനുള്ള സാധനമാണ്. ആരും എടുക്കാൻ പോണില്ല. അതിന്റെ കാര്യം ഇതാണ്. അതായത് ഈ ജാവ മോട്ടോർ സൈക്കിളിനോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് തിരിച്ച് വന്നെങ്കിൽ കുറച്ച് സമയമെടുക്കും. അത് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആ രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമാണ്. ഈ മോട്ടോർ സൈക്കിൾ ടൂറിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഒന്നുമല്ല. നിങ്ങൾക്ക് സിറ്റിയിലൂടെ ഓടിച്ചു കിടക്കാം. വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ള ടൂറിങ്ങുകൾക്കൊക്കെ യൂസ് ചെയ്യാം. ബേസിക്കലി ദിസ് മോട്ടോർ സൈക്കിൾ ഈസ് എ സിറ്റി യൂസ്. ഈ മോട്ടോർ സൈക്കിളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര ടൂറിംഗ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിൾ അല്ല എൻ്റെ കാഴ്ചപ്പാടിൽ. തുടക്കത്തിലെ തന്നെ ഇതിന് കുറേ കംപ്ലൈന്റുകൾ ഉണ്ടായിരുന്നു. ആൾറെഡി ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കെ ഇതെല്ലാം പരിഹരിക്കാൻ പറ്റിയ സർവീസ് സെന്റർ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതിനായിരുന്നു ഇത്രയും വലിയ ടീസർ അവന്മാർ കാണിച്ചത്. വിചാരിച്ച എഞ്ചിനൊക്കെ മാറ്റി സംഭവം ഇതേ രീതിയിലൊക്കെ ഒരു പുതിയൊരു മോട്ടോർ സൈക്കിൾ വരുന്ന രീതിയിലോ ഭയങ്കരമില്ലേ ഈ ഹോണ്ട ചെയ്യുന്ന മാതിരിയുള്ള ഒരു ബിസിനസ് ട്രിക്കാണ് ഇവന്മാർ കാണിക്കുന്നത്. എന്ത് കാര്യത്തിന് വാങ്ങാനില്ലാത്ത വണ്ടിക്ക് ഈ ബിസിനസ് ട്രിക്ക് കാണിച്ചിട്ട് എന്ത് കാര്യം? നേരെ ഈ സാധനങ്ങൾ ലോഞ്ച് ചെയ്താൽ മതി. ഈ ആക്സസറീസ് 1,99,000 രൂപയാണ് ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഒരു റിവ്യൂവിൽ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജാവയിൽ കോൺഫിഡൻസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. അപ്പോഴും നിങ്ങൾ സർവീസ് സെന്ററിന്റെ അഭാവം നിങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങളിത് അറിയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് കമ്പനി തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.